السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. نويت الاعتكاف في هذا المسجد لله تعالى. പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ മഹൽ പള്ളിക്ക് ചുറ്റും അന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഈ മനുഷ്യനെ ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി വളരെ സുവിശേഷമായ ഒരു സംഗതിയാണ് മനുഷ്യന്റെ ബുദ്ധി എന്നുള്ളത്, അഖ്ല്. ഈ ബുദ്ധി ഉപയോഗിച്ചാണ് മനുഷ്യന് അന്യനെ തിരിച്ചറിയാനും അന്യന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനും, എന്റെ മുന്നിലൂടെ ഒരു സഹോദരൻ പോകുമ്പോ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനുള്ള ഒരു മാനസിക വിശേഷണം പോലത്തെ മൃഗങ്ങൾക്കോ മറ്റു ജീവികൾക്കോ ഇല്ലാത്ത ഒരു സുന്ദരമായ സ്വഭാവവും സുന്ദരമായിട്ടുള്ള ഒരു ബിഹേവിയർ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമായത് അള്ളാഹ് കൊടുത്തിട്ടുള്ള ഈ അഖ്ൽ, ഈ ബുദ്ധി കൊണ്ടാണ്. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അഖ്ൽ എന്നുള്ളത് മിസ്ബാഹുള്ളയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിൽ സ്ഥാപിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ വിളക്കാണ്. ആ വിളക്കിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്. ആ അഖ്ലിനെ കെടുത്തിക്കളയുന്ന ചില സംഗതികൾ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആധുനിക സമൂഹത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ, വർത്തമാന കേരളത്തിൽ, കേരള സാഹചര്യത്തിൽ പോലും മനുഷ്യനെ മനുഷ്യൻ തന്നെ അല്ലാതെയാക്കുന്ന ഏറ്റവും വലിയ വിപത്ത്, മനുഷ്യനെ മനുഷ്യകുലത്തിൽ നിന്ന് മൃഗത്തിലേക്ക് അധപതിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്, അതാണ് ആ വിളക്കിനെ കെടുത്തുന്ന സംഗതി എന്ന് ഇമാമുന ഗസാലി തങ്ങൾ പറയാണ്. ഏതാണത്? ഇന്നുപയോഗിക്കുന്ന ലഹരികളും മദ്യപാനങ്ങളും അതിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടല്ലോ. പുതിയൊരു സർക്കാർ വന്നപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് ഇറങ്ങിയപ്പോ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നിരാശ മാത്രമല്ലേ പ്രിയപ്പെട്ടവരെ? മുസ്ലിം നാമധാരികളായിട്ടുള്ള ചെറുപ്പക്കാര് മാത്രമോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, കോഴിക്കോട് ഭാഗത്ത് ചില പോലീസുകാർ പോയപ്പോ തട്ടമിട്ട പെൺകുട്ടികൾ, നമ്മുടെ കോമിൽപ്പെട്ട തട്ടമിട്ട പെൺകുട്ടികൾ, വേദനയല്ലേ പ്രിയപ്പെട്ടവരെ? കേരളം എന്ന് പറയുന്നത് ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് എത്രയോ മതബോധമുണ്ടെന്ന് നമ്മളൊക്കെ പലപ്പോഴും സന്തോഷം കൊണ്ടാടുന്ന ഈ നാട്ടിലത് നടക്കുന്നത് വേദന കൊണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സമപ്രായക്കാരായ ചെറുപ്പക്കാർ, എന്റെ വിദ്യാർത്ഥി സമൂഹം, നമ്മൾ അറിയാതെ അതിലേക്ക് പെട്ടുപോയി അവസാനം ചെന്നെത്തുന്നത് എവിടെയാ? നമുക്കതിൽ നിന്ന് ഒരു നിമിഷം പോലും ഊരാൻ കഴിയാത്ത അവസ്ഥയിൽ ഉമ്മയെ തിരിച്ചറിയാത്ത, ഉപ്പയെ തിരിച്ചറിയാത്ത, സമൂഹത്തെ തിരിച്ചറിയാത്ത, നമ്മെ സൃഷ്ടിച്ച പരിശുദ്ധ റബ്ബിനെയും മുത്തുനബിയെയും തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോ, ഇനി എനിക്ക് നന്നാവണം, തിരിച്ചു നടക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും തിരിച്ചു നടക്കാൻ കഴിയാത്ത അതിഗൗരവമായ വലിയ പ്രയാസത്തിലേക്കാണ് എത്തുന്നത്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നാളെ നരകത്തിൽ സമൂഹം വരാനുണ്ട്. അവർക്കുള്ള ജലത്തിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ദുനിയാവിൽ വെച്ച് ഒരു സമയമെങ്കിലും ഇത്തരം ലഹരി ഉപയോഗിച്ച ആൾക്ക് ഒരു സമയം ഉപയോഗിച്ചാൽ 40 ദിവസത്തെ ഇബാദത്ത് അല്ലാഹു കബൂലാക്കൂല. വീണ്ടും തൗബ ചെയ്തതിലേക്ക് മടങ്ങിയാൽ വീണ്ടും 40 ദിവസത്തെ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ്, അങ്ങനെ കുടിച്ചവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന സാധനം അവനെ കുടിപ്പിക്കുന്ന സ്വഹാബ ചോദിക്കുന്നു, നബിയെ എന്താണ് തീനത്തുൽ ഖബാൽ? നരകാവകാശികൾ അവർ കരഞ്ഞിട്ടും അവർ തീയിൽ ഉരുകിയിട്ടും ഒലിക്കുന്ന ചിഞ്ചനമുണ്ടല്ലോ, അത് കുടിപ്പിക്കുന്നതാണ് തീനത്തുൽ ഖബാൽ എന്നോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു നിമിഷത്തെ ആഹ്ലാദത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി ലഹരി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോ ശാസ്ത്രം പറയുന്ന അങ്ങനെയാണല്ലോ, മനുഷ്യർക്ക് സന്തോഷത്തെ ഉൽപ്പാദിപ്പിക്കുന്ന, മനുഷ്യത്തിന് ആഹ്ലാദത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ, ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അതിനെ കൃത്രിമമായി ഉണ്ടാക്കുകയാണ് ഈ ലഹരി ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് അത് കടക്കുമ്പോ അല്പം കൂടുതൽ സന്തോഷത്തിന് വേണ്ടി ആ ലഹരി നമ്മെ പ്രൊമോട്ട് ചെയ്യാൻ, പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ സ്വമേധയാ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ വേണ്ടാതെ വരികയും അതിന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഡോസ് ആവശ്യപ്പെടുക, വീണ്ടും അതിനേക്കാൾ വലിയ ഡോസ് കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് അതും മതിയാതെ വരികയാണ്. അങ്ങനെ സമൂഹത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്
നമ്മൾ സാമ്പത്തികമായി നശിച്ചു പോകുമ്പോൾ സമ്പത്ത് ലഭിക്കുന്ന രീതിയിലേക്ക് ഉമ്മയുടെ മുമ്പിൽ കടാര വയറ്റിലേക്ക് കുത്തിയിറക്കുന്ന അവസ്ഥയിൽ വരെ നമ്മുടെ നാട്ടിൽ ആശിക്കുമാരും അപ്രകാരം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ മലബാറിന്റെ മണ്ണിൽ വേദനയോടെ നമ്മൾ കണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഉമ്മത്തിന് ബോധം കൊടുക്കട്ടെ. തിരിച്ചറിയണം, നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സമപ്രായക്കാർ അത്തരത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വേദനയോടെ മാത്രമേ അവരെ കാണാൻ നമുക്ക് കഴിയുള്ളൂ. ഒരിക്കലും തെറ്റ് ചെയ്ത ആളുകളെ നമ്മൾ വെറുക്കരുത്. അവരെ നമ്മളിലേക്ക് ചേർത്ത് വെക്കണം, ദോഷ്യഫലങ്ങൾ പറഞ്ഞു കൊടുക്കണം. മുത്ത് ഹബീബ് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? പരിശുദ്ധമായ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ മദ്യ നിരോധനം വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം അങ്ങനെയാ. ആദ്യം പറഞ്ഞു, നിങ്ങൾ ലഹരിയിലേക്ക് പോകല്ലാട്ടോ. ലഹരിയിൽ ഒരുപാട് നന്മകളും തിന്മകളും ഉണ്ട്. പക്ഷെ തിന്മ നന്മയേക്കാൾ അപ്പുറത്തേക്കാൾ പരിശുദ്ധ ഖുർആൻ പറയാം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ ആ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുത്തതിനു ശേഷം പ്രായോഗികവൽക്കരണം ആ മുത്തുനബി നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞു, വലാ തഖറബു സ്വലാത്ത വഅൻതും സുഖറാ. നിസ്കാരത്തിന് ഒരു മാസാണ് ഉപയോഗിക്കല്. ചില പ്രായോഗികമായ ക്രമീകരണമാണ്. അഡിക്റ്റ് ആയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊടുന്നനെ ഒരു പക്ഷെ നിർത്താൻ കഴിയൂല. ചില സമയ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞു കൊടുത്തു എല്ലാം അങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോരുത്തർ ഉപയോഗിക്കുമ്പോ ചില സ്വഹാബികളൊക്കെ അങ്ങനെ ഉണ്ടായത്. ഞാൻ സ്വഹാബികളെ പേര് പറയല്ല. ആ സ്വഹാബിമാരൊക്കെ അത് ഹറാമാക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ച പല ആളുകളുണ്ടായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു. ഒഴിവാക്കണട്ടോ, അത് ശൈത്താന്റെ മ്ലേച്ഛതയാണ്, അവന്റെ വിസർജ്യമാണ്, അവൻ തന്നെ വിസർജ്യം, അവന്റെ മോശപ്പെട്ട വിസർജ്യമാണ്, അവന്റെ മലിനീകരണമാണ് ആ ഖംറ്. ഖംറ് എന്ന് പറഞ്ഞാൽ കേവലം കള്ള് മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖംറ് നമുക്കറിയാമല്ലോ, നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഖിമാർ, മുഖമുക്കനൊക്കെ എന്താ പറയാ, മറക്കുന്ന സാധനം. ബുദ്ധിയെ മറക്കുന്ന ഏതൊരു സാധനം ഉണ്ടോ അതൊക്കെ ഇതിൽ പെടുന്നതാണ്. പുതിയ പുതിയ പേരുകളിലാണ്, MDMA എന്നോ എന്തൊക്കെയോ ഒരുപാട് പേരുകൾ. അല്ലാഹുവിന്റെ റസൂൽ അതും പറഞ്ഞു വെച്ചു, എന്റെ ഉമ്മത്തിലൊരു കാലം വരും അവർ ലഹരി ഉപയോഗിക്കുന്നത് എന്താണോ നമ്മൾ കേട്ട് പരിചിച്ചിട്ടുള്ള വാക്കുകൾ, കേൾക്കാത്ത പലതും പേരിട്ട് ഉപയോഗിക്കുക. റസൂൽ അന്ന് പറഞ്ഞു വെച്ചതാ. ഇന്ന് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. എന്റെ സുഹൃത്ത് അവന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞു. അവൻ കുറഞ്ഞ കാലം പള്ളി ദർസുകളിൽ കോതാൻ പോയതാ. ഓത്ത് പാതി വെച്ച് നിർത്തി. പിന്നെ നാട്ടിൽ വന്ന് ഏതോ കൂട്ടുകെട്ടിൽ പെട്ടുപോയതാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ ആരും ലഹരിയെ ഇഷ്ടപ്പെടുന്നില്ല, നമുക്കത് പോകാൻ ആഗ്രഹവുമില്ല. മറിച്ച് നമ്മൾ അറിയാതെ ചെന്നെത്തുന്ന കൂട്ടുകെട്ടിൽ ഒരു സമയം, ഒരു നിമിഷത്തിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചു പോയത്, പിന്നെ അതിന് അഡിക്റ്റ് ആയത് പോയതാണ്. പിന്നെ മാറാൻ ആലോചിച്ചിട്ട് നമുക്ക് കഴിയുന്നില്ല. ആ ചെറുപ്പക്കാരനെ പറ്റി പറയാണ്, ഏതോ ഒരു നാട്ടിലെ ചെറുപ്പക്കാരെ കൂടെ കൂടിപ്പോയതാ. പിന്നെ വീട്ടിലേക്ക് രാത്രിയില് വരും. ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഒന്നും ഒഴിവാക്കാൻ കഴിയാതെ അവനക്ക് വാങ്ങാൻ സമ്പത്ത് ഇല്ലാതെ വന്നപ്പോ ഉമ്മാന്റെ മാല, ഉമ്മാക്ക് വേണ്ട സാധനങ്ങൾ, വീട്ടിലെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി ഉമ്മാനെ ഉപദ്രവിക്കുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും ചെക്കന്മാരും സുഹൃത്തുക്കളൊക്കെ കയറി വന്ന് ഉമ്മാനെ ശല്യപ്പെടുത്തിയപ്പോ പ്രിയപ്പെട്ടവരെ, ഉമ്മക്കെതിരെ എന്ത് പറഞ്ഞാലും ആ പൊന്നുമ്മ മക്കൾക്ക് വേണ്ടി സന്തോഷത്തോടു കൂടി മാത്രം ദുആ ചെയ്യുന്ന ഉമ്മ പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചറപ്പേ, ഈ മകന്റെ കൈയും കാലൊന്നും ഓടിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല അല്ലാ. പ്രിയപ്പെട്ടവർ, ആരാണ് നമ്മുടെ ഉമ്മ എന്ന് തിരിച്ചറിയണം. ആരാണ് നമ്മുടെ ഉമ്മ നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു വേദന വരുമ്പോ, നമുക്കൊരു പ്രയാസം വരുമ്പോ, നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടത്തിലേക്ക്, ചെറുപ്പത്തിലേക്ക് പോകുമ്പോ നമ്മുടെ ഉമ്മ എത്ര വേദനിച്ചിട്ടാണ് നമ്മളൊക്കെ നോക്കി വളർത്തിയത്. ആ ഉമ്മ പോലും ഈ പിഞ്ചു പൈതലിന്റെ കൈകാലുകൾ മുറിച്ചു പോകാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ പേരാണ് ലഹരി എന്നുള്ള തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് ഉണ്ടാവണം. ഒരിക്കലും അടുത്തു പോകല്ല, അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകല്ല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരോ സുഹൃത്തുക്കളോ അത്തരം ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇടപെടാൻ കഴിയുന്നിടത്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഇടപെടണം. പല സംവിധാനങ്ങളുമുണ്ട്, ഞാനത് പരസ്യമായി പറയല്ല. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ ചേർത്ത് നിർത്തണം. ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നോ, നമ്മുടെ കുടുംബത്തിൽ നിന്നോ, സുഹൃത്ത് വലയത്തിൽ നിന്നോ തെറിച്ചു പോകേണ്ടവരല്ലവര്, അറിയാതെ പെട്ടുപോയതാണ്. ചേർത്ത് നിർത്തണം പ്രിയപ്പെട്ടവരെ. ആ ഒരു ഉമ്മയുടെയും കണ്ണുനീര് ഒരു മക്കൾ കാരണമായിട്ട് ഈ ദുനിയാവിൽ ഉറ്റാൻ പാടില്ല. അത്രമാത്രം വേദനിച്ച് വളർത്തിയവരാ നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാധനം നമ്മുടെ ശാരീരികമായും മാനസികമായും ദുനിയാവില് മാത്രമല്ല ആഖിറത്ത് നശിച്ചു പോകല്ലേ പ്രിയപ്പെട്ടവർ. ഏതെങ്കിലും ഒരിടത്തൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അതില്ലല്ലോ, ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും ഇല്ല. അവസാനം ഓരോ സുഹൃത്തുക്കളുടെ കഥ പറയുമ്പോ എങ്ങനെയാ? അവസാനം നാട്ടുകാരെ ഒഴിവാക്കി, കുടുംബം ഒഴിവാക്കി, ഭാര്യ ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി, ആർക്കും ആവശ്യമില്ലാത്ത ഈ സമൂഹത്തിൽ ഒരു ചപ്പുചവറായി ഈ ലഹരി ഉപയോഗിച്ച മനുഷ്യന്മാരല്ലേ പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നതായിട്ടുള്ള ഒരു ചുറ്റുപാടുണ്ട്, ഒരു സുഹൃത്ത് വലയമുണ്ട്.
ആ വലയത്തിലേക്ക് നമ്മൾ പോകണം. പെട്ടുപോയാൽ തിരിച്ചു വരാൻ കഴിയാത്ത മാരകമായ വിപത്തായി ഇന്നത്തെ ആധുനിക ഒരുപാട് രീതിയിലുള്ള രാസപദാർത്ഥങ്ങൾ, പേര് നമുക്ക് പറയാൻ കഴിയാത്ത കോലത്തിൽ ഒന്നുറ്റിച്ചാൽ പിന്നെ അടുത്ത ഡോസ് ലഭിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ടേസ്റ്റിന് പോലും, ഒരു നിമിഷത്തെ സൗഹൃദത്തിന് വേണ്ടി പോലും നമ്മളത് രുചിച്ചു നോക്കരുത്. കൂട്ടത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ എന്താവട്ടെ, ചെറിയ ഹാൻസും പോയിച്ച് ഏത് വലിയ രാസപദാർത്ഥങ്ങളേക്ക് എടുത്തു നോക്കിയാലും ഏത് സംഗതിയായാലും അവരെ നമ്മൾ തിരുത്തി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ലഹരിയുടെ പേരിൽ 10-12ഓളം വിഭാഗത്തിന് തന്നെ അള്ളാഹുവിന്റെ റസൂൽ കർശനമായി ലഅനത്ത് ചെയ്യുന്നുണ്ട്, ശപിക്കുന്നുണ്ട്. ആരാ ഉപയോഗിക്കുന്നവർ മാത്രമല്ല, അവിടെ കേരിയറായി നടത്തുന്ന ആളുകള്, അവർക്ക് കച്ചവടം ചെയ്യുന്ന ആളുകള്, അവർക്ക് ചെറുതോ വലുതോ സാധനങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകള്, ആ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് വാഹനം പോകുന്ന ആളുകള്, അവിടെ കച്ചവടങ്ങൾക്കും സംവിധാനങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ആളുകള്, അവരുമായി എന്തെങ്കിലും ഒരു ചെറിയ ബന്ധമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ബന്ധം പോലും ലഹരിയുമായിട്ടോ, ലഹരി കൊണ്ട് നടക്കുന്ന ആളുകളുമായിട്ടോ, അത് ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടോ ബന്ധം ഒരു മുസൽമാന് പാടില്ല. അവരെ തിരുത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളൊക്കെ ഇടപെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ. പുതിയ തലമുറ 10ാം ക്ലാസ്സിലും പ്ലസ് 1ലും പ്ലസ് 2ലും കോളേജിലും പഠിക്കുന്ന പുതിയൊരു തലമുറയുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെ നമ്മൾ ചേർത്ത് വെക്കണം. അവർക്ക് മതകീയമായ ചിന്തകൾ നമ്മൾ കൊടുക്കണം. മതകീയമായ ബോധത്തിലൂടെ അവർ നമ്മൾ വളർത്തണം. അവർ മക്കളല്ലേ, അവർ കുട്ടികളല്ലേ, കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ രക്ഷിതാക്കളും കടന്നു വരുന്നുണ്ട്. അവരും ചിന്തിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഈ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആർമിക ബോധത്തോടു കൂടി ജീവിക്കുന്ന മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അല്ലാഹു ഇവിടെ നിലനിർത്തി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.